നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7-7 ടാരോട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഈവനിങ് തോട്ട്സ് എന്തായിരുന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും കേട്ടോ. പിന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കൗൺസിലിംഗ് സെക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാവുന്നതാണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോസിൻ്റെ കമൻറ്റ്സ് ഒക്കെ കണ്ടു ഞാൻ. അതിൽ കുറച്ച് പേരൊക്കെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചില സാഹചര്യങ്ങളിൽ ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എഫേർട്സുകൾ വർക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് ലെറ്റ് ഗോ. ഓക്കെ, സോ ആ ഒരു എനർജിയിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻസിൽ ലൈക്ക് ഫോർ സം ഓഫ് യു ചിലർക്കൊന്നും അത് പറ്റിയിട്ടുണ്ടാവത്തില്ല, അല്ലെങ്കിൽ പറ്റുന്നുണ്ടാവില്ല. ഇപ്പം ഏതൊരു സിറ്റുവേഷൻസ് ആണെങ്കിലും നമുക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? മൈൻഡ് പവറാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബാലൻസ് മൈൻഡിനെയും അതുപോലെ തന്നെ സോൾ ലെവലിലൊക്കെ നിങ്ങൾക്ക് ബാലൻസിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെഡിറ്റേഷൻസ് ചെയ്യാന്ന്. അപ്പം എല്ലാവരും മെഡിറ്റേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ ഒരു മറ്റുള്ളവരുടെ നീഡ് പോലെയാണ് വിചാരിക്കുന്നത്. ശരിക്കും നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മളെ കാമാക്കാനായിട്ട് നമുക്കിപ്പോൾ ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസിൽ ഒരു ശരിയായിട്ടുള്ളൊരു ഡിസിഷൻസ് എടുക്കാനായിട്ടൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡ് എപ്പോഴും കാമായിട്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശാന്തമായിട്ട് നമ്മൾ ഇരിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ഡിസിഷനാണോ എടുക്കാൻ പറ്റുന്നത് ആ ഒരു ഡിസിഷൻ ശാന്തമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അല്ല നമ്മൾ ആ ഒരു ടൈമിൽ എടുക്കുന്ന എന്ത് ഡിസിഷൻസും അത്രയും ദേഷ്യത്തോടു കൂടി ഇരിക്കുന്ന ആ ഒരു ടൈമിൽ, അല്ല ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ എടുക്കുന്ന എല്ലാ ഡിസിഷൻസും വളരെ റോങ് ആയിരിക്കും. ഓക്കെ, ലൈഫിലെ എന്ത് തീരുമാനങ്ങളാണെങ്കിലും ശരി, ഇത് ബാക്ക്ഗ്രൗണ്ടിൽ പൊന്നാനെ വിളിച്ചാണ് കേട്ടോ എന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊക്കെ വന്ന് പറയും അവിടെ എന്താ ബഹളം എന്നൊക്കെ ചോദിക്കും. അത് പട്ടിക്കുഞ്ഞിനെ വിളിച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഇപ്പോഴും അത് റോങ് ഡിസിഷൻസ് ആയിരിക്കും. കാരണം ഇന്നത്തത് പോലെ ആവില്ല നാളെ സിറ്റുവേഷൻസ്. എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് ആ ഒരു അക്കോർഡിംഗിൽ എടുക്കുക. എനിക്ക് തോന്നുന്നു ഈ ഒരു റീഡിങ് ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഒരു ഗൈഡൻസ് ആവശ്യമുള്ള ഒരാളുണ്ട്. ആളുടെ കമൻറ്റ് ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവർക്കുള്ളൊരു റിപ്ലൈ ആണ്. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, പക്ഷെ അവർക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് അവർക്കുള്ള റിപ്ലൈ ആണ് എന്നുള്ളത് കേട്ടോ. ഒരു മിനിറ്റ്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഈവനിങ് തോട്ട്സ് എന്താണ്? ഇത് ജസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ഉണ്ടെങ്കിലും നോ കോൺടാക്റ്റിലാണെങ്കിലും ലെസ് കോൺടാക്റ്റിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ റീഡിങ് കാണാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കറണ്ട് എനർജി, ഇപ്പോൾ ഉള്ള നിങ്ങളുടെ പേഴ്സണൽ എനർജി അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടും യൂസ്ഫുൾ ആണ് കേട്ടോ. നൈറ്റ് ഓഫ് പെൻറ്റാക്കിൾസ്, 5 ഓഫ് പെൻറ്റാക്കിൾസ്, കിങ് ഓഫ് പെൻറ്റാക്കിൾസ്. ഡസൻറ്റ് മാറ്റർ, നിങ്ങളുടെ ഈ എന്ന വ്യക്തി മേ ബി ഇതൊരു ഫീമെയിൽ ആവാം അല്ലെങ്കിൽ മെയിൽ ആവാം, ഹൂവർ ആരാണെങ്കിലും ഇവിടെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൊരു എനർജീസ്. ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ഡൗൺ ആണ്. ഓക്കെ, നല്ല രീതിക്ക് ഡൗൺ ആയിട്ടുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നുള്ളത്. ഈ ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇരിക്കുക. ഈ ഒരു വ്യക്തിയെ കണ്ടില്ലേ, ഇവർ ശരിക്കും ഡൗൺ ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആവാം ഇത്. നിങ്ങൾ ഭയങ്കരമായിട്ടും ഡിപ്രസ്ഡ് ആയിരിക്കാം.
ആൻസൈറ്റിയിലായിരിക്കാം. മേ ബി നിങ്ങൾ ഡീൽ ചെയ്യുന്ന നിങ്ങളുടെ വ്യക്തി, ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു റിലേഷനിൽ സ്റ്റക്കാക്കി വെക്കുന്നുണ്ടാവും. ഒത്തിരിയധികം എഫേർട്സുകൾ നിങ്ങൾ ഈ റിലേഷനിൽ ഇടുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു വ്യക്തി ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ടാവില്ല. എപ്പോഴും ഈ ഒരു പേജ് ഓഫ് കപ്സ് എന്നുള്ളൊരു ലെവലിലാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. ലൈക്ക് നിങ്ങൾ ഉണ്ടെങ്കിലോ ഒന്നുമില്ല, ഇല്ലെങ്കിലോ ഒന്നുമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും ഈ ഒരു വ്യക്തി ഇവിടെ നിങ്ങളോട് ട്രീറ്റ് ചെയ്യുന്നുള്ളത് എപ്പോഴും. ഈ ഒരു പേജ് ഓഫ് കപ്സിനെ കണ്ടില്ലേ? ഈ ഒരു പേജ് ഓഫ് കപ്സിൻ്റെ കയ്യിൽ അതിൻ്റെ ഓഫറിങ് കണ്ടോ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഫിഷാണല്ലേ, അത് ലൈറ്റായിട്ടൊരു ഓഫറാണ്. ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ലൈറ്റായിട്ടുള്ളൊരു ഓഫർ തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നുള്ളത് ഇവരുടെ ലൈഫിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഈ ഒരു നൈറ്റ് ഓഫ് പെൻറ്റാക്കിൾസ് ആണ് അല്ലേ. ഈ ഒരു നൈറ്റ് ഓഫ് പെൻറ്റാക്കിൾസ് തരാനായിട്ട് തയ്യാറല്ല. കാരണം ഇവിടെയുള്ള ഈ ഒരു ഹോൾസ് ഇത് അണങ്ങിയാലല്ലേ ഉള്ളൊരു നൈറ്റ് ഓഫ്, ഇതൊരു മൂവ്മെൻ്റ് ആണല്ലേ. ഇതിലൊരു മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മൂവ്മെൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളും ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ എഫേർട്ടുകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഴയിലയിൽ അല്ലെങ്കിൽ ചേമ്പലയിൽ ഒഴിച്ചിട്ടുള്ള വെള്ളം പോലെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എഫേർട്ടൊന്നും അവർ കാണുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല. ഈ ഒരു വ്യക്തി ഇത്രയും എഫേർട്ട് ഇടുന്നുണ്ട്, ഞാൻ ഈ ഒരു വ്യക്തിയെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു റിയലൈസേഷൻസ് ഈ ഒരു വ്യക്തിയിലേക്ക് വരുന്നുണ്ടാവില്ല. ഇവരെപ്പോഴും ഈ ഒരു കിങ് ഓഫ് പെൻറ്റാക്കിൾസിനെ പോലെ നിൽക്കുന്ന ഒരു എനർജീസാണ്. കാരണം ഇവരെടുത്തിട്ടുള്ളൊരു ഡിസിഷൻ, അവർക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ഡിസിഷൻ എന്താണോ, അവർ നിങ്ങളെക്കുറിച്ചിട്ട് എന്താണോ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്, അവർ ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് സ്റ്റിൽ നിൽക്കുന്നുള്ളത്. നിങ്ങൾക്കുള്ള ഒരു സ്നേഹവും നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്നേഹവും കാര്യങ്ങളും ഒന്നും ഒരു വ്യക്തിക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പം നിങ്ങളെ ഈ ഒരു വ്യക്തിയായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റാണ് തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അറിയുന്നുണ്ടാവില്ല. മേ ബി അത് ഇവരുടെ ഈഗോനെ റീസെൻ്റായിട്ട് നിങ്ങളൊന്ന് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു എന്താ പറയുക, ഇവരുടെ ഈഗോയെ റീസെൻ്റായിട്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ട്രിഗർ ചെയ്യുക, അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ട്രിഗർ ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു കാര്യം ഇവരെ ട്രിഗർ ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ഇവർ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. നിങ്ങൾക്ക് എന്തോ ഒരു ക്ലൂ ഉണ്ട്, ലൈക്ക് ഇതാണ് ഈ ഒരു വ്യക്തിയെ ട്രിഗർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി, ഇവർ ഈഗോ ഹേർട്ടായി നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷേങ്കിൽ ഐ തിങ്ക് നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈക്ക് ഈ ഒരു വ്യക്തിയെ മൂവ് ചെയ്തു, നിങ്ങൾക്ക് എന്താണെന്ന് ഐഡിയ ഇല്ല. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇനി എന്താണ് റീസൺ ഈ ഒരു വ്യക്തി ഇവിടുന്ന് മൂവ് ചെയ്ത്. ഇവിടെ ഈ ഒരു കാർഡ്സിൽ കണ്ടില്ലേ, ഇവിടെ ഈ ഒരു വ്യക്തി ഒരാൾ മൂവ് ചെയ്തിട്ട് സ്റ്റിൽ ഇവിടെ സ്റ്റക്കാണ്. നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷനിലാണുള്ളത് കേട്ടോ. നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിലായിരിക്കാം മേ ബി ഉള്ളത്. കാരണം ഇവിടെ ഒരു വ്യക്തി മൂവ് ചെയ്ത് പോയേക്കാണ്, ഒരു വ്യക്തി സ്റ്റിൽ ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. കണ്ടില്ലേ, അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്കിപ്പോൾ ശരിക്കും അറിയത്തില്ല എന്താ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്താണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഇവിടെ ഈ ഒരു ടൈമിൽ നിങ്ങളിവിടെ നിൽക്കുന്നുള്ളത്. യു നീഡ് ക്ലാരിറ്റി. ശരിക്കും നിങ്ങൾ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഹെർമിറ്റ് ഫേസ് ആണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ശരിക്കും നിങ്ങളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുകയാണ്, എന്താ സംഭവം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല എന്താ ഇവർ ഈ കാണിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു എനർജിയിലാണ് നിങ്ങളിവിടെ ഈ ഒരു സമയത്ത് നിൽക്കുന്നുള്ളത്. ഇനി ഈ ഒരു വ്യക്തിയുടെ എനർജീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരും ഈ ഒരു സെയിം എനർജിയിലാണ് നിൽക്കുന്നത്. ഇവരും എന്തൊക്കെയോ ഇങ്ങനെ തല പുകച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ നോക്കുമ്പോൾ ഇവരെ എപ്പോഴും നിങ്ങൾ ട്രിഗർ ചെയ്യുന്നൊരു എനർജിയാണ്. ലൈക്ക് ഇവർക്ക് എപ്പോഴും നിങ്ങളുടെ അടുത്തുനിന്ന് റൺ ചെയ്ത് പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് ഇവിടെ ഉള്ളത്. മേ ബി നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വൽ, നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേണിയിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സോൾ കണക്ഷനിലായിരിക്കാം, ഞാൻ ഹയർ ലെവൽ ഓഫ് സോൾമേറ്റ്സ് ആയിരിക്കാം. ഇവർക്ക് എപ്പോഴും എങ്ങനെയെങ്കിലും ഒരു റിയൂണിയൻ ഉണ്ടായി നിങ്ങളൊന്ന് അടുത്ത് വരുമ്പോഴേക്കും ഇവരിങ്ങനെ ഒറ്റ ഗോസ്റ്റ് ചെയ്തിട്ട് ഓടുന്ന ഒരു എനർജിയാണ്. പക്ഷെ ഗോസ്റ്റ് ചെയ്തിട്ട് ഓടുന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി തിരിഞ്ഞ് ബാക്കിലേക്കാണ് നോക്കുന്നത് അല്ലേ. അതാണ് ഈ ഒരു വ്യക്തി എത്രമാത്രം ഓടുന്നുണ്ടെങ്കിലും തിരിഞ്ഞ് വീണ്ടും ബാക്കിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാറുണ്ട്. ഈ ഒരു എനർജിയാണ്. കാരണം ഇവിടെ ഈ ഒരു വ്യക്തി ഇയാളെ കണ്ടില്ലേ, ഇയാൾ 5 സോഴ്സ് എടുത്തിട്ട് ഓടുകയാണ് അല്ലേ. ബാക്കി 2 സോഴ്സ് പുറകെ ഇരിക്കുന്നുണ്ട്. 5 സോഴ്സ് കയ്യിലുണ്ടെങ്കിലും പുറകെ ഇരിക്കുന്ന 2 സോഴ്സിലാണ് ഇത് ശ്രദ്ധിക്കുന്നത്. ആ ഒരു 2 സോഴ്സിനെ ഞാൻ ബാക്കിലാക്കി ബാക്കിയുള്ള സോഴ്സ് കൊണ്ടാണല്ലോ പോകുന്നത്. അതിന് ശരിക്കും ആവശ്യം 2 സോഴ്സസ് ആണ്. മനസ്സിലായി, ഇതാണ് സംഭവം. നിങ്ങളുടെ റിലേഷനിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. ഈ ഒരു വ്യക്തി റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഇമോഷൻസിനെ, ആ ഒരു ഫീലിങ്സിനെ ഈ ഒരു വ്യക്തി ശരിക്കും ഇവർക്കൊരു ഫിയർ ഉണ്ടായിരിക്കും ആ ഒരു ഇമോഷൻസിനോട്, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സിനോട്. ലൈക്ക് ഇവർ അത്രയും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിലേക്ക് നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഫിയർ ഉണ്ടായിരിക്കാം, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ ട്രിഗർ ചെയ്യുന്നു, നിങ്ങളിവരെ സ്വാധീനിക്കുന്നു, ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ നല്ല രീതിക്ക് ഒരു വ്യക്തിയുടെ എനർജി എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഇവർ ട്രിഗർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും റൺ ചെയ്യാനായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് നിങ്ങളുടെ അടുത്തുനിന്ന്.
മനസ്സിലായി? നിങ്ങൾ അത്രമാത്രം സ്നേഹം കാണിക്കുന്നു, അത്രമാത്രം ഈ ഒരു വ്യക്തി റൺ ചെയ്യുന്നുണ്ടാവും. മേ ബി നിങ്ങൾ എപ്പോഴും ഈ ഒരു വ്യക്തിയോട് വളരെ സൗമ്യമായിട്ടായിരിക്കും പെരുമാറുന്നത്, അത്രയും സ്നേഹത്തോടായിരിക്കും. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഇത്രയും സ്നേഹം ഇവിടെ ഈ ഒരു വ്യക്തിയോട് കാണിച്ചിട്ട് ഇവർക്ക് എന്താ ഇത് മനസ്സിലാവാത്തത്? ഇത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ശരിക്കും ഇവർക്ക് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ ഇവരെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ എഫോർട്ട് ഇടുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തി ഇവരുടെ ഉള്ളിലുള്ള ഒരു ഫിയേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ റൺ ചെയ്യുന്നതിനൊരു മെയിൻ റീസൺ, ഗോസ്റ്റ് ചെയ്യുന്നതിനൊരു മെയിൻ റീസൺ. ശരിക്കും അതാണ് ഇവിടെ എനിക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നുള്ളത്. അതാണ് മെയിൻ റീസൺ. നിങ്ങൾക്ക് കുറച്ച് പേർക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെ ഗോസ്റ്റ് ചെയ്ത് പോകുന്നതെന്ന്. ശരിക്കും അത് അവരുടെ ഉള്ളിലുള്ളൊരു ഫിയറാണത്. ഇവർ ഇമോഷണലി ഇനി ഇവിടെ കണക്റ്റഡ് ആയിട്ട് വീണ്ടും ഇവിടുന്ന് എന്താ പറയുക, നിങ്ങളിനി ഇവരെ ചീറ്റ് ചെയ്യുമോ, നിങ്ങളിനി ഇവരെ ഇട്ടിട്ട് പോവുമോ, അങ്ങനെയുള്ള ഫിയേഴ്സ് ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഫിയേഴ്സ് ഉണ്ടല്ലേ. അപ്പം അങ്ങനെ എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് അറിയാം ഇവർ ഇമോഷണലി കണക്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രമാത്രം ഇവർ ഇൻറ്റൻസ് ആയിട്ട് കണക്റ്റഡ് ആകും എന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളെ അടുത്താണെങ്കിൽ പോലും ഇവരൊരു നൈസായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക, നൈസായിട്ടുള്ളൊരു എനർജിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക, ഒരു സീരിയസ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യും. പക്ഷേ ഇവർ നിങ്ങൾക്ക് വളരെ, ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞാലും ഇല്ലെങ്കിലും ഈ ഒരു വ്യക്തിക്ക് ശരിക്കും നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇവരുടെ ലൈഫിൽ. പക്ഷേ ഇവരത് കാണിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഈവനിങ് തോട്ട്സ് എന്താണ്? ഇവർ ഭയങ്കരമായിട്ടും ഈ ഒരു ടൈമിൽ കൺഫ്യൂസ്ഡ് ആണ്. കൺഫ്യൂസ്ഡ് ഇൻ ദ സെൻസ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ലൈക്ക് ഒരു ക്രോസ് റോഡിൽ നിൽക്കുകയാണ് അവിടെ. നമ്മൾ പറത്തില്ലേ ഇമോഷൻസിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇവരുടെ ലൈഫിൽ പ്രസൻ്റ്ലി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിനെ കാണാനായിട്ടുള്ള, ആ ഒരു സത്യത്തെ കാണാനായിട്ടുള്ള ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു ഇതിനെ കാണാനായിട്ട് ഇവർക്ക് മനസ്സില്ല. സോ ഇവർ കണ്ണ് കാണത്തില്ല, അല്ലെങ്കിൽ ഞാനൊന്നും അറിയുന്നില്ല, എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഈ ഒരു വ്യക്തി. പക്ഷേ ഇവർക്ക് ശരിക്കും എല്ലാം അറിയാം. പക്ഷേ ഇവർ നിങ്ങളുടെ എഫോർട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം കണ്ടില്ല എന്ന് നടിക്കുന്നു. അങ്ങനെ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു കെയറും ലവും ഒന്നും ഇവർ കാണുന്നില്ല എന്നുള്ള രീതിക്ക് ഒരു ബ്ലൈൻഡ് ഫോൾഡ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഇവർ നിൽക്കുന്നുള്ളത്. ഓക്കെ. സോ പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഫൈറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അതവരുടെ ഇമാജിനേഷൻ ആവാം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഒരു ഫിയർ ആയിരിക്കാം. ഓക്കെ. സോ അതാണ് മേ ബി ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ഭയക്കുന്നൊരു കാര്യം. ഇപ്പം റീസെൻ്റ് ആയിട്ടും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലൊക്കെ സംസാരിച്ച സമയത്ത് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഇവർ ട്രിഗർ ചെയ്തിട്ടുണ്ട്. ആ ട്രിഗർ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇവരിവിടുന്ന് ഓടാൻ ശ്രമിക്കുന്നത്, നിങ്ങളുടെ അടുത്തു നിന്ന് റൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. കണ്ടില്ലേ, ഇവർ ചിന്തിക്കുന്നത് ഓക്കെ ഇവരെ തന്നെ ആശ്വസിപ്പിക്കണം, ലൈക്ക് ഈഗോയാണ്. മനസ്സിലായോ? ഈ ഒരു എനർജി കിങ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ കാർഡ് 2 ടൈംസ് ഇവിടെ വന്നേക്കുന്നത്. സോ ഇവിടെയും നമ്മൾ ഫസ്റ്റ് ഡേക്കിൽ ഇവിടെ 2 ടൈംസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് സെയിം കാർഡ് തന്നെയാണിത്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ടും ആ ഒരു എനർജിയിൽ, ആ ഒരു ഈഗോയിൽ തന്നെയാണ് നിൽക്കുന്നുള്ളത് ഇവിടെ. ഇവരെന്ത് തീരുമാനങ്ങൾ എടുത്താലും അത് ഈഗോയിലായിരിക്കും എടുക്കുന്നുണ്ടാവും. നിങ്ങൾക്കും അത് ഓൾറെഡി അറിയാം. കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഇപ്പം പരിചയപ്പെട്ടിട്ട് മേ ബി ഒരു 2 ഇയേഴ്സിന് മുകളിലായിട്ടുണ്ടാവാം, അല്ലെ 2 ഇയേഴ്സ് ആയിട്ടുണ്ടാവാം, അല്ലെ 5 മന്ത്സ് മോർ ആയിട്ടുണ്ടാവാം. ഓക്കെ. സോ ആ ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എഗെയിൻ സെയിം കാർഡാണ് ഇവിടെ വന്നേക്കുന്നത്. 9 ഓഫ് സോർഡ്സിൻ്റെ എനർജീസാണ് നമുക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അത് ഡൗൺ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺ ആയിരിക്കും. ഓക്കെ. നിങ്ങളിപ്പം ഐ തിങ്ക് ഇത് നിങ്ങളുടെ എനർജി ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് സൗണ്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ പോസ് ചെയ്യേണ്ടതായിട്ട് വന്നത് കേട്ടോ. ഓക്കെ. ഇത് നിങ്ങളുടെ എനർജീസ് ആയിരിക്കാം. കാരണം നിങ്ങൾക്കൊരു കാര്യം അറിയാം, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ടൈമിൽ ഇവർ നിങ്ങളെ ഗോസ്റ്റ് ചെയ്ത് പോകും എന്നുള്ളൊരു ഫിയർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ജേണിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇവർ ഗോസ്റ്റ് ചെയ്ത് പോകുമോ എന്നുള്ളൊരു ഫിയർ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങളതിനെ ഹീൽ ചെയ്യണം. മിറർ എക്സസൈസ് വഴി ഹീൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ലൈക്ക് നിങ്ങളുടെ ആ ഒരു മൈൻഡിലുള്ളൊരു ചെറിയ ഫിയറാണ്. കാരണം നിങ്ങൾക്ക് ഇവരുടെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ, ഇവരുടെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു തീരുമാനം, ഒരാളെക്കുറിച്ചിട്ട് ഒരു ജഡ്ജ്മെൻറ്റ് ഫസ്റ്റ് ടൈം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി
നിൽക്കുന്ന ഒരാളല്ല, വെട്ടൊന്നും മുറിരണ്ടെന്നുള്ളൊരു എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ ഇവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ തന്നെ, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. കിങ് ഓഫ് പെന്റക്കിൾസ് എപ്പോഴും അങ്ങനെ തന്നെയാണ്, വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എപ്പോഴും. സോ ആ ഒരു എനർജീസാണ് എനിക്ക് നിങ്ങളുടെ വ്യക്തിയുടെ എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഫിയർ ഉണ്ട്. ഇപ്പം നിങ്ങളാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ഡൗൺ ആണ് ഇവിടെ. ഇപ്പം നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളോട് ഇപ്പം മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്. നിങ്ങൾ വിചാരിച്ചിട്ടില്ല, ലൈക്ക് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ലൈക്ക് അങ്ങനെയൊക്കെ സംസാരിച്ചു അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു. മേ ബി നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്സുകൾ ഉണ്ടാവാം, ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഐ ഡോണ്ട് നോ, ഈ ഒരു വ്യക്തി, നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി ആരാണെങ്കിലും, ഈ ഒരു വ്യക്തി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഒരു തവണ ഒന്ന് ഹേർട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള രീതിയിലാണ് ഇരിക്കുന്നുള്ളത്. ആ ഒരു എനർജി, ആ ഒരു വളരെയധികം ഹാർഡായിട്ട് ഇവരുടെ മൈൻഡിലുള്ളത് കൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് മറന്നു പോകുന്നൊരു എനർജി ആവത്തില്ല. മനസ്സിലായോ? ഇവരൊരു കാര്യങ്ങളും പെട്ടെന്ന് മറന്നു പോകുന്നൊരു വ്യക്തിയാവില്ല. ഇവരുടെ മൈൻഡിൽ ഫുൾ ടൈം ലൈക്ക് നിങ്ങൾ പറയുന്ന ഓരോ വേർഡ്സുകളും നിങ്ങൾ ചെയ്തിട്ടുള്ള ആക്ച്വലി നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ഇന്ന കാര്യം. പക്ഷെ ഇവർ ശരിക്കും കറക്റ്റ് ടൈമും ഡേറ്റും വെച്ചിട്ട് പറയുന്നുണ്ടാവും, ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് നീ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് നീ ചെയ്തു, അല്ലെങ്കിൽ ഇന്ന ദിവസമാണ് നമ്മൾ മീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇന്ന ദിവസം ഇത്ര സമയത്താണ് നമ്മൾ മീറ്റ് ചെയ്തത് ലാസ്റ്റ്. ഇങ്ങനെ എക്സാമ്പിളാണ്. അങ്ങനെ ഇവർക്ക് കറക്റ്റ് നല്ല ഓർമ്മയുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല, നിങ്ങൾക്ക് അധികം വലിയ ഓർമ്മയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത്ര അക്യുറേറ്റ് ആയിട്ട് പറയുന്നത് പോലെ നിങ്ങളൊരു കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു വിട്ടു, അതോടുകൂടി അത് കഴിഞ്ഞു എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളിരിക്കുന്നത്. പക്ഷെ ഇവർ നല്ലതുപോലെ ചിന്തിക്കുന്ന, നല്ലതുപോലെ ഇവർക്ക് ഭയങ്കര ഓർമ്മ ശക്തിയുള്ളൊരു വ്യക്തിയാണ് ഇവർ. വളരെ ഇൻ്റലിജൻ്റ് ആണ്, ബ്രേവ് ആണ്. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വ്യക്തിയുടെ എനർജീസിന്. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആരാണെങ്കിലും. ഇത് നിങ്ങളുടെ സ്പിരിച്വൽ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സോൾമേറ്റ്സ്, പാസ്റ്റ് ലൈഫൊക്കെ ആണെങ്കിൽ ഭയങ്കര ടഫായിരിക്കും ഇവർ ഡീൽ ചെയ്യാനായിട്ട് നിങ്ങളെ പക്ഷെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫിയറിനെ ഹീൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഫിയറിനെ ഹീൽ ചെയ്യാനായിട്ടുള്ള മെഡിറ്റേഷൻസ് നമുക്കുണ്ടാവും. നിങ്ങൾക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഇല്ലേ, ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ മെഡിറ്റേഷൻ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഫിയർ തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് അവിടെ ഗൈഡൻസിൽ ആ ഒരു സിറ്റുവേഷൻസിനെ റിമെമ്പർ ചെയ്യുക, ആ ഒരു ഫിയറിനെ ഹീൽ ചെയ്യുക ആ ടൈമിൽ. അത് അവർ പറയുന്നുണ്ടാവും ഗൈഡഡ് മെഡിറ്റേഷൻ ആയതുകൊണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മിററിങ് എക്സസൈസ് ചെയ്യാം. ഗൂഗിളിലൊക്കെ മിററിങ് എക്സസൈസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് മിററിങ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഫിയറിനെ ഹീൽ ചെയ്യാം. അല്ലെ ഫിയറിനെ ഹീൽ ചെയ്യുന്ന മെഡിറ്റേഷൻസ് ഉണ്ടാവും, മലയാളത്തിൽ അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി. അങ്ങനെ ഫിയറിനെ ഹീൽ ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ തന്നെ ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെയാണ് നിങ്ങളെങ്കിൽ പോലും റോങ് ഗൈഡൻസ് ഒക്കെ ഒത്തിരി വരാറുണ്ട് നിങ്ങൾക്ക്. കാരണം ഇപ്പോൾ ഒത്തിരി തരാവുന്ന ചാനൽസ് തുടങ്ങിയിരിക്കുകയാണ് ട്വിൻ ഫ്ലെയിംസിൻ്റെ ഒക്കെ പേരിൽ. അതിൽ ശരിക്കും ഗൈഡ് ചെയ്യുന്നത് വളരെ റെയറായിട്ടുള്ള 1-2 പേരൊക്കെ കറക്റ്റ് ഗൈഡൻസ് കിട്ടുന്നുണ്ടാവും നിങ്ങൾക്ക്. ബാക്കിയുള്ള എല്ലാം ചുമ്മാ എന്തൊക്കെയോ പറഞ്ഞു വിടുന്നു. അതാണ് എനിക്ക് മെയിനായിട്ടും അതാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചാനൽസ്, റോങ് ഗൈഡൻസിൻ്റെ പുറകെ നിങ്ങൾ പോകാതിരിക്കുക. നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക പൂർണ്ണമായിട്ടും. നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് യൂണിവേഴ്സ് കറക്റ്റായിട്ട് തരും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് മൈൻഡിനെ എപ്പോഴും ക്ലിയർ ആക്കി വെച്ചാൽ മതി. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ, അതാണ് ഏറ്റവും കൂടുതൽ. അല്ലെങ്കിൽ സയൻസ്, സിങ്ക്രോണിസിറ്റീസ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സയൻസും സിങ്ക്രോണിസിറ്റീസും അല്ലെങ്കിൽ ഡ്രീംസ് വഴിയൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് വല്ലാത്തൊരു അഡിക്ഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിക്ക് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്. നല്ല രീതിക്ക് വളരെ ഒരു മാഗ്നറ്റിക് ഫുൾ അട്രാക്ഷൻ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്കുണ്ടാകും. സെയിം ഈ ഒരു കാര്യം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുണ്ട്. പക്ഷേ ഇവർ വളരെ ബാലൻസ്ഡ് ആണ്. നിങ്ങൾ കൂടുതലായിട്ടും എക്സ്പ്രസീവ് ആയിട്ടുള്ള എനർജീസും ആയിരിക്കാം. മേ ബി നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും ലൈക്ക് നിങ്ങൾക്ക് ചില സമയത്ത് ഫീൽ ചെയ്യും ഇവർ സെക്ഷലി മാത്രമാണ് നിങ്ങളെ യൂസ് ചെയ്യുന്നത്, അല്ലാതെ ഇവർക്ക് പ്രത്യേകിച്ച് ഇമോഷൻസും ഫീലിങ്സും ഇല്ല എന്നൊക്കെ ഉള്ളൊരു തോട്ട്സ് നിങ്ങൾക്കുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല, ഇവർക്ക് ഇമോഷൻസും ഫീലിങ്സും ഉണ്ട്. കാരണം കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത്രയൊക്കെ നമുക്ക് എനർജീസ് പറഞ്ഞാലും ലോയൽ ആയിട്ടുള്ള ഒരു എനർജിയാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെത്. അതായത് ബാക്കിയുള്ള എല്ലാ കിങ്സിനെയും കഴിഞ്ഞും ഏറ്റവും ലോയൽ ആയിട്ടുള്ളതും കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിയാണത്. ശരിക്കും ഈ ഒരു എനർജിയെ എന്താ പറയുക, ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് ഒരാളും ഡെക്കിലില്ല. അത്രയും ലോയൽ ആയിട്ടുള്ള ഒരു എനർജീസ്. കിങ് ഓഫ് കപ്സ് പോലും അത്രയും ലോയൽ ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എപ്പോഴും സ്റ്റെബിലിറ്റി ആണ്, അല്ലേ, സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്.
ഒരു തവണ നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആയാൽ ലൈഫ് ലോങ് നിങ്ങൾ ഇവരുമായിട്ട് കമ്മിറ്റഡ് ആയി എന്നുള്ളത് തന്നെയാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. നമ്മൾ ചില അങ്ങനെയൊക്കെ റെയർ ആയിട്ട് ആളുകളുണ്ടല്ലോ, എല്ലാ വ്യക്തികളൊന്നുമല്ല, ചില ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ. അതിൽ റെയർ ആയിട്ട് അതുപോലെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജീസ് എനിക്കതാണ് ഇവിടെ സെൻസ്. ലൈക്ക് വൺസ് ഒരാളായിട്ട് കമ്മിറ്റഡ് ആയാൽ കമ്മിറ്റഡ് ആയി, പിന്നീട് വേറെ ആരൊക്കെ ലൈഫിൽ വന്ന് പോയെന്ന് പറഞ്ഞാലും ദേ ഡോണ്ട് കെയർ. പക്ഷെ പാടാണ് കുറച്ച് കമ്മിറ്റ്മെൻറ്റ് കിട്ടാനായിട്ടും വെയിറ്റ് ചെയ്ത്, കാരണം ഇതൊരു സ്പിരിച്വൽ എനർജിയാണ്, സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കും. സോ അങ്ങനെയുള്ള ഒരു കണക്ഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ജേർണി സ്പിരിച്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഇത് DMൻ്റെ എനർജീസ് അല്ല കേട്ടോ, ശ്രദ്ധിക്കുക. കാർമിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ റിലേഷൻ കാർമിക്കാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എല്ലാ കാര്യങ്ങളും. അപ്പം എനിക്കിതാണ് പ്രസൻറ്റ് എനർജീസായിട്ട് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഗൈഡൻസ് ഒന്നും എന്തായാലും ഇപ്പോൾ നോക്കുന്നില്ല, ഇപ്പോൾ തന്നെ റീഡിങ്സ് 20 മിനിറ്റിന് മുകളിലായി. സോ അപ്പം ഇതായിരുന്നു റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ബൈ ഗൈസ്, സീ യു.